40,000 രൂപയ്ക്ക് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മാത്രവും. എൻ്റെ പൊന്നോ, ദേ ഈ ഒരു കുഞ്ഞൻ ബാഗിനകത്താണ് ഈ 40,000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ്സ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വ്ളോഗാണ്. രാവിലെ തന്നെ അമ്മയും ഞാനും കൂടി ട്രെയിൻ കയറി ട്രിവാൻഡ്രത്തേക്ക് പോകിയാലോ എന്ന് വിചാരിച്ചു ഗൈസ്. അതെ, ട്രിവാൻഡ്രത്തേക്ക് എന്തിനാണ് പോകുന്നതെന്നല്ലേ, ഞാൻ അമ്മയും കൂടെ അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മാളിലേക്കാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർലറിലേക്ക് കുറച്ച് പുതിയ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എടുക്കണമായിരുന്നു. കുറേ പ്രോഡക്റ്റൊക്കെ തീർന്നിരിക്കുക, അപ്പോൾ പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞങ്ങൾ ബാംഗ്ലൂർ അല്ലെ എറണാകുളത്ത് പോയിട്ടാണ് നമ്മുടെ പാർലറിലേക്ക് നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തിന് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ലുലു മാളിൽ പോകുന്നത്. അമ്മ നേരത്തെ പോയിട്ടുണ്ട്. അവിടെ മേക്കപ്പ് ഷോയ്ക്കൊക്കെ പോകുമ്പം അമ്മ സാധാരണ അവിടെ കയറാറുള്ളതാണ്, അമ്മയമ്മയുടെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എനിവേ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ലുലു മാൾ എന്നൊക്കെയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകം ഫ്രണ്ടിൽ കൂടെ കുറേ വട്ടം പോയിട്ടുണ്ട്, പക്ഷെ കയറിയിട്ടില്ല. എനിവേ അവിടെ കയറി അമ്മയ്ക്ക് വേണ്ടുന്ന പ്രോഡക്റ്റൊക്കെ അമ്മ ചൂസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ദ ഷോപ്പ്. ആൻഡ് അവിടെ മാക്കിൻ്റെ ഒക്കെ പ്രോഡക്റ്റാണ് കൂടുതലുള്ളത്. ആൻഡ് അമ്മ എടുക്കുന്നതും കൂടുതലും മാക്കിൻ്റെ പ്രോഡക്റ്റാണ്. മാക്കിൻ്റെ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിലാണ് അമ്മ അത് വേറെ കമ്പനീസിൻ്റെ എടുക്കുന്നത്. അപ്പോൾ മാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്കായി ഞാൻ പറയാം, മാക്കാണ് നമ്മുടെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെ മാക്കാണ്. മാക്ക് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കമ്പനീസും വരും. അപ്പോൾ അമ്മ ക്വാളിറ്റി വെച്ചിട്ട് അതാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മീ. ആൻഡ് അവിടെ മിക്കുള്ള പ്രോഡക്റ്റ്സ് കമ്പനി പ്രോഡക്ട്സും കിട്ടുന്നതാണ്. ആൻഡ് അവിടെയുള്ള ആകെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ചെന്നപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലാർജ് പാക്കുള്ളൂ. മിനി പാക്ക് 1-2 കമ്പനിയുടെ മാത്രമേ ഉള്ളൂ. സാധാരണ അമ്മ ചൂസ് ചെയ്യുന്നത് മിനി പാക്കുകളാണ്. അപ്പോൾ എന്താ ഈ മിനി പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് തന്നെ, അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ്, വലിയ പ്രോഡക്റ്റ്, അതിൻ്റെ ചെറിയ മീഡിയം സൈസ്, പിന്നെ ഒരു മിനി പാക്ക് കുഞ്ഞതുമുണ്ട്. അപ്പം മിനി പാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത പുതിയതെടുക്കുക. അതായത് ഒരു ലോങ് ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് അത്ര യൂസ് ചെയ്യണ്ടല്ലോ, സ്കിന്നിന് അത് കേടാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ 40,000 രൂപയ്ക്ക് അവിടെ നിന്ന് എൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കുഞ്ഞൻ പാക്കറ്റിനകത്ത് 40,000 രൂപയ്ക്ക് നമ്മൾ പ്രോഡക്റ്റ്സ്, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങി. അവിടെ അമ്മയ്ക്ക് എല്ലാ പ്രോഡക്റ്റും ഒന്നും കിട്ടിയില്ല. നമ്മൾ ലോങ് ലിസ്റ്റൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അവിടെ മൊത്തം കിട്ടാത്തതിനാൽ അതിന് മുകളിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയി ബാക്കി പ്രോഡക്റ്റ്സ് കിട്ടുമെന്ന് നോക്കുമെന്നാണ് അവർ പറഞ്ഞു. അവിടെ കുറേയൊക്കെ പ്രോഡക്റ്റ് തീർന്നിരിക്കുകയായിരുന്നു ആ ഷോപ്പിൽ. സോ എനിവേ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ആൻഡ് മുകളിലേക്ക് ഞങ്ങൾക്ക് അത്ര ടൈമില്ലായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വായി നിൽക്കാനായിട്ട് ഗൈസ്. സോ മുകളിൽ ചെന്നു. ഇതൊക്കെയാണ് മുകളിലത്തെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് അതിൻ്റെ അകത്ത്, നല്ല ഡിസൈനിങ് ഒക്കെ. ആൻഡ് എനിവേ ഈ കാണുന്ന ഷോപ്പിലാണ് ഞങ്ങൾക്ക് ആക്ച്വലി കയറേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ഷോപ്പിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ്സ് കിട്ടുമെന്നുള്ളത്. കാരണം വെളിയിൽ നോക്കിയപ്പോൾ അതൊരു ഫാഷൻ സ്റ്റോർ. അവിടെ ബ്യൂട്ടി സംബന്ധമായ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് കിട്ടുമെങ്കിലും നമുക്ക് വേണ്ടുന്ന കമ്പനി ഐറ്റംസ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെ കുറേ നടന്നു നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആണ് എന്തോ ആ ഷോപ്പിലൊന്ന് കയറി നോക്കുക, അവിടെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ തിരിച്ച് അതേ പോയ വഴി തിരികെ വരിക എന്ന് പറയും പോലെ ഞങ്ങൾ കയറി. ആൻഡ് അതിനകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, സെക്യൂരിറ്റി വഴക്ക് പറയും. സോ ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്തില്ല. എനിവേ അതിൻ്റെ അകത്ത് കയറിയിട്ടും അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്രോഡക്റ്റും കിട്ടില്ല. അമ്മ പിന്നെ അഡ്ജസ്റ്റബിളായിട്ട് 2 പ്രോഡക്റ്റ്സ് കുറച്ച് വാങ്ങിച്ചു. ദെൻ ഇതേ കണ്ടില്ലേ, എനിക്കൊരു കുഞ്ഞൻ ഹോട്ട് വീൽസിൻ്റെ കാറും വാങ്ങിച്ചു തന്നു. ആൻഡ് തിരിച്ച് ഞങ്ങൾ വേഗം പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് 2:30 ഒരു ട്രെയിനുണ്ട്, അത് കിട്ടിയാൽ ഞങ്ങൾക്ക് വേഗം വീട്ടിലെത്താമല്ലോ. അപ്പോൾ ഞങ്ങൾ കറങ്ങാനൊന്നുമില്ല, ഒരു സൈറൻ എന്ന പോലെ ആയിരിക്കാം മേ ബി ഈ ട്രെയിൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയി നിങ്ങളുടെ ട്രെയിൻ പോകും എന്നും പറഞ്ഞുകൊണ്ടായിരിക്കാം. എനിവേ ഞാനും അമ്മയും കൂടെ തിരിച്ച് വേഗം നടന്നു. ആൻഡ് ഇതൊക്കെയാണ് പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ. അതിനകത്ത് തന്നെ നല്ല ട്രീ ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല സ്ഥലം, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി അത്രയും വലിയ ബഹളമൊന്നുമില്ലായിരുന്നു. ആൻഡ് തിരിച്ച് ഞങ്ങളൊരു ഓട്ടോ കയറി ഞങ്ങൾ കൊച്ചുവേളി സ്റ്റേഷനിലാണ് പോകുന്നത്. കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടില്ല. എപ്പോഴും തിരുവനന്തപുരം സെൻട്രലിലാണ് നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കിലാണ് ഈ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടത്. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇത് ബാക്ക് സൈഡാണെന്ന്. ഞങ്ങൾ വെച്ചത് ഫ്രണ്ട് സൈഡാണെന്ന്. സോ ഞങ്ങൾ എന്തായാലും ഫുഡ് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഫുഡ് കുറേ തപ്പിയിട്ടൊരു കുഞ്ഞ് ഹോട്ടലിൽ കയറി. ആൻഡ് ഫുഡ് അത്ര നല്ലതല്ലായിരുന്നു, എന്നാലും വിശപ്പടങ്ങാൻ അത് മതിയായിരുന്നു. ആൻഡ് പിന്നെ അമ്മയുടെ പൈസയ്ക്ക് ഞാൻ അമ്മയ്ക്കൊരു കിറ്റ്കാറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഈ കാണുന്ന ലുക്കൊക്കെ ഉള്ളൂ, പാവം ഒരു കൊച്ചുപിള്ളേരെ പോലെയാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം. ആൻഡ് നോക്കൂ ഗൈസ്, അയ്യോ പാവം കൊച്ചു വെച്ച് കിറ്റ്കാറ്റ് വാങ്ങിച്ചു കൊടുത്തു. മൊബൈല് അല്ലാതെ മുട്ടയല്ലേ. ആഹാ, ഇവിടെ ആരുമില്ല ഗൈസ്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്.
അപ്പൊ അത് മുഖി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈശ്വര. ആൻഡ് അവിടെ നിന്നും ഞങ്ങൾ ട്രെയിൻ കയറി. വൈകിട്ട് ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കാണ്, സന്ധ്യ ആയില്ല എന്നാലും വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയത്. ഇനി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് സ്കൂട്ടറിൽ അമ്മയാണ് വണ്ടി ഓടിച്ചത്. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.